നമുക്കൊരു നിമിഷം കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? വചനം മാംസമായി. ഈശോ നമ്മുടെ ഉള്ളിൽ ആത്മാവായി വസിക്കുന്നു, അതേസമയം ഈശോ നമ്മുടെ ഉള്ളിൽ വചനമായി വസിക്കുന്നു. വചനം ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വചനം നമ്മളിൽ ജ്ഞാനം പകരുന്നു. ഒന്നുകൂടി ജ്ഞാനത്തിന്റെ പുസ്തകം 6:11 പറയുന്നത് ശ്രദ്ധിക്കുക. എന്റെ വചനങ്ങളിൽ, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഞാൻ പണ്ടേ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും എന്തോരം ധ്യാനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഫോർമേഷൻ കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ 4 ഗോസ്പലും ബൈഹാർട്ടാക്കണം. 4 ഗോസ്പലും ബൈഹാർട്ടാക്കണം. വാസ്തവത്തിൽ 4 മാസം കൊണ്ട് സാധിക്കും. 4 മാസം മതി. നമ്മുടെ ടീമിലുള്ള പലരും, ഈ ജെസ്സി അതുപോലെ വേറെയും കുട്ടികൾ, അവർക്കൊക്കെ ഗോസ്പൽ ബൈഹാർട്ടാണ്, സങ്കീർത്തനങ്ങൾ ബൈഹാർട്ടാണ്. ഈ നൊവിഷ്യേറ്റിന് മുൻപ് ഇവരിൽ 4 സുവിശേഷവും സങ്കീർത്തനങ്ങളും ബൈഹാർട്ട് ആക്കുകയാണെങ്കിൽ അവർ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച അവസ്ഥയിലേക്ക് വരും. ഇനിയും ആകട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ 5 ദിവസത്തെ ധ്യാനം നടക്കാൻ എൻ്റെ കയ്യിൽ വല്ല നോട്ടീസുണ്ടോ? ഒരു നോട്ടുമില്ല. 9 ദിവസവും ധ്യാനിപ്പിക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു നോട്ടുമില്ല. ഞാൻ ജർമ്മനിയിലെ അവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര അത്ഭുതമാണ്. അവർക്ക് 10 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ അത് മുഴുവനും എഴുതിക്കൊണ്ടൊന്ന് വായിക്കുകയാണ് അവർ ചെയ്യണത്. ഞാൻ 9 ദിവസം നിന്ന് പ്രസംഗിക്കണു, ഒരു നോട്ടില്ലാണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാനത് പറയുന്നത്? വചനം എൻ്റെ ഹൃദയത്തിൽ, ആ വചനത്തിൽ നിന്നാണ് ഞാൻ ഇടയ്ക്ക് വെറുതെ വചനം വരണമെന്ന് പറയണത്. അത് ഹൃദയത്തിൽ നിന്നും മനസ്സിലേക്ക് വരുന്നു. ഇത് സാധിക്കും, നിങ്ങൾക്കെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ ബൈഹാർട്ടാക്കണം വചനം. പ്രത്യേകിച്ച് ഗോസ്പൽസ്, 4 ഗോസ്പലും നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ പറ്റും. 4 മാസം മതി. 4 മാസം. അങ്ങനെ നിങ്ങളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കും. ഇപ്പം എന്നെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചാൽ എനിക്ക് മുൻകൂട്ടി ഒന്നും അറിയിച്ചു തരണ്ട. ആ സ്റ്റേജിൽ വരുന്ന സമയത്ത് പറയും, എന്ത് സബ്ജക്റ്റാണ് പറയണ്ടേ എന്ന് ആ നേരത്ത് പറഞ്ഞാൽ മതി. ഡിവൈനിലെല്ലാം പ്രസംഗിക്കാൻ ചിലപ്പോൾ പനക്കിലച്ചനൊക്കെ വിളിക്കും. ഞാൻ ചെല്ലും. അവിടെ സ്റ്റേജിൽ ചെല്ലുമ്പോഴാണ് എന്താ പറയണ്ടേ, എന്ത് സബ്ജക്റ്റാണ്, അപ്പം പറഞ്ഞാൽ മതി. ഉടനെ ആ സബ്ജക്റ്റിൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ കടകടകടകടകടേന്നിങ്ങനെ വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണത്. പക്ഷേ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പോൾ ഒരു കാലത്ത് ഞാൻ ഈ ഇരുന്ന് രാവും പകലും വായിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഈ വചനമെല്ലാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും, അങ്ങനെ 3 ഭാഷയിൽ. ഒരിക്കൽ ഡൽഹിയിൽ ധാർഖത്തോല സ്റ്റേഡിയം, ഡൽഹിയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു ധ്യാനം നടന്നത് ഇങ്ങനെയായിരുന്നു. ഓരോ സെൻറ്റൻസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഞാൻ തന്നെ പറഞ്ഞ് 5 ദിവസം മുഴുവനും. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. First seek the kingdom of God and its righteousness, rest all things will be added unto you. पहले तुम स्वर्ग का राज्य और वहां का धार्मिकता का गोच में लगे रहो, बाकी सब कुछ यूं ही जोड़ा जाएगा. ഇങ്ങനെ 5 ദിവസം. Praise the Lord. ഇത് നിങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ ഇതൊക്കെ തരിക? ഈശോ ഇല്ലേ? അപ്പോൾ നിങ്ങളിൽ എല്ലാവരിലും ഈ വചനം ഹൃദയത്തിൽ ഉണ്ട്. അതപ്പോൾ ഇനി നമ്മളൊന്നിട്ട് എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിക്ക് റേഡിയോ പോലെ
പിതാവ്, ഈശോയുടെ ബ്രോഡ്കാസ്റ്റിംഗ്, നമ്മളത് റിസീവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ ഈ ധ്യാനം കഴിയുമ്പോൾ മുമ്പ് തന്നെ ഈശോയായിട്ട് ഇങ്ങനെ സംസാരിക്കാം. നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക്, നമ്മൾ ഇന്നലെ എല്ലാം കേട്ടു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞ ചില ആശയങ്ങളെല്ലാം. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ ഉടനീളം ഓരോ വാക്കും വിസ്മയാവഹമായ ജ്ഞാനം പ്രസരിപ്പിക്കുന്നു എന്ന ബോധ്യത്തിൽ ജ്ഞാനത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുകയും, നമ്മൾ ഇന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാലാണ് ദൈവനീതിയെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ദൈവനീതി മനസ്സിലാകണമെങ്കിൽ കുറേ ജ്ഞാനം നമ്മളിൽ തുറക്കണം. അത് നിങ്ങൾ ഈ കുർബാനയിൽ, പ്രത്യേകിച്ച് സർവജ്ഞനായ ഭരണകർത്താവ്, ആ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയാൻ വേണ്ടി, ദൈവത്തിൻ്റെ വെളിപാടുകൾ പ്രകാശിക്കാൻ വേണ്ടി. എമ്മാവൂസിൽ പോയ ശിഷ്യന്മാരോട് ഈശോ നടന്ന് സംസാരിച്ചു ദിവസം മുഴുവനും. പക്ഷെ അവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അപ്പമെടുത്ത് ആശീർവദിച്ച് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പകല് മുഴുവനും വചനം പറഞ്ഞു. അതാണ് സോളാ സ്ക്രിപ്ചൂറ. അപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വചനം മാത്രം മതി. അവിടെ വചനം മാത്രമല്ലേ കൊടുത്തത് ഈശോ? എന്നിട്ട് അവർക്ക് വല്ലതും മനസ്സിലായോ? എപ്പോഴാണ് അവർക്ക് മനസ്സിലായത്? ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പമായി അവരുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവിക ജ്ഞാനം ലഭിച്ചു. അതാണ് കുർബാനയുടെ വലിയൊരു രഹസ്യം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞു. പക്ഷെ അവനെ കാണാനില്ല. അവനെവിടെ പോയി? അവൻ അപ്പമായി. എന്തൊരു അത്ഭുതമാണ് നോക്കി. ഇതല്ലേ മറ്റത്ഭുതങ്ങളിലെല്ലാം വലിയ അത്ഭുതം. കുഷ്ഠരോഗി സുഖപ്പെടുത്തിയതും ലാസറിനെ ഉയർപ്പിച്ചതിലും വലിയ അത്ഭുതം എന്താണ്? ഈ അവരുടെ ഒപ്പം നടന്ന 6 അടി പൊക്കമുള്ള ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചുരുങ്ങി ഒരപ്പത്തിൽ വന്നു. എന്തിനാണ് ആ അപ്പത്തിൽ വന്നത്? ഭക്ഷണമായി നമുക്ക് നൽകാൻ വേണ്ടി. അങ്ങനെ ഞാൻ ചിലപ്പോൾ ഈ എളിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സർവാധിപനായ കർത്താവിൻ്റെ എളിമയുടെ ഏറ്റവും വലിയ ഒരു സംഭവം ഇതാണോ? കർത്താവ് ഒരപ്പ കഷ്ണത്തിൽ വന്നിട്ട് എന്തിനു വന്നു? നമ്മുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്. ആ ബോധ്യത്തോടെ ഇന്ന് നമ്മൾ ഈ കുർബാന സ്വീകരിക്കുമ്പോൾ, കുർബാനയിലുടനീളം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എളിമപ്പെടാനും നമ്മുടെ ഉള്ളിൽ ജ്ഞാനം നിറയാനും. ജ്ഞാനം നിറയുന്നതിന് ആവശ്യമായ ഒന്ന് ഇതാണ്: എനിക്കറിയില്ല കർത്താവേ, എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ, എന്നാൽ എനിക്കറിയാനുള്ളതൊരു കടലോളമുണ്ട് കർത്താവേ. ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ആ ജ്ഞാനം എനിക്ക് കുർബാനയിലൂടെ തരണമേ. അങ്ങനെ ദാഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വലിയ സെലിബ്രേഷൻ, ഈ വലിയ ആഘോഷ കുർബാനയിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു.